ഹായ് കുട്ടീസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ തുടക്കമേ പാലൊക്കെ ഒന്ന് ചൂടാക്കി എന്നത്തെ പോലെ ലഞ്ച് ബോക്സിലോട്ട് കിടക്കാം. എന്നാൽ ചൂട് ചോറും ഇന്നലെ മുളകിട്ട് വെച്ച അയല ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് ഇച്ചിരി എടുത്ത് വറ്റിച്ച്, ഒന്ന് ഗ്രേവി ആക്കിയില്ല, ഒന്ന് തിക്കായിട്ടൊന്ന് വറ്റിച്ചെടുത്തു. അത് ഞാനൊരു സെപ്പറേറ്റ് ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇത് ഇന്ന് കഴിക്കാൻ ഇച്ചിരി ടേസ്റ്റ്. ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു, ഇന്നാണ് അതിൻ്റെ ടേസ്റ്റ്. ആ പുളിയൊക്കെ ഒന്ന് മീൻ കഷ്ണത്തിൽ പിടിച്ചിരിക്കും. അപ്പം അത് ഞാനൊന്ന് സെപ്പറേറ്റ് ഒരു പാത്രത്തിലാക്കി അത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്ന് മുട്ട ഒന്ന് തോരനല്ല, മുട്ടയും കുറച്ച് സവാളയും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ഇട്ടുള്ള ഒരു മുട്ട, ഒരു തട്ടിക്കൂട്ടൊരു തോരനും. പിന്നെ എന്നത്തെയും പോലെ നമ്മുടെ അച്ചാർ, മാങ്ങ അച്ചാർ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സലാഡ് കുക്കുംബർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഒരു സലാഡ് കുക്കുംബറിൻ്റെ ഒരു ഹാഫ് എടുത്ത് അതൊന്ന് പീൽ ചെയ്ത് കളഞ്ഞ്, സ്കിന്നൊക്കെ പീൽ ചെയ്ത് കളഞ്ഞിട്ട് അതും ഞാൻ വയ്ക്കുന്നുണ്ട് സലാഡ്. അപ്പോൾ ഈ ബോക്സിൽ കറികളൊക്കെ മെജോറിറ്റി തീർന്നിട്ടുണ്ട്. അടുത്ത ഞാൻ വെച്ചതെന്ന് പറഞ്ഞാൽ ചക്കക്കുരു മാങ്ങയും കൂടെ ഇട്ട് തേങ്ങ അരച്ച ഒരു കറിയാണ്. അതിലേക്ക് മുളക് പൊടിയും തേങ്ങയും കൂടെ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുവറുത്ത് ഇടാറുണ്ട്. ഇതിന് നമ്മുടെ നാട്ടിലൊക്കെ അസ്രം എന്നാണ് പറയുന്നത്, ചക്കക്കുരു അസ്രം. അത് ഞാൻ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ മോരും കറിവേപ്പിലയും കസ്കസും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത മോര് വെച്ചിട്ടുണ്ട്. പുളിശ്ശേരി ഞാൻ വച്ചിട്ടുണ്ട്, പക്ഷേ പുളിശ്ശേരി ഞാൻ കൊടുത്തില്ല, കാരണം ഇത്രയും കറികളുള്ളതുകൊണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് എന്നത്തെ പോലെ ഇഡ്ഡലിയും നമ്മുടെ കുറച്ച് പച്ചമുളക് അരച്ച പാച്ചു ചമ്മന്തി. ഞാൻ പാച്ചു ചമ്മന്തി എന്നാണ് പറയുന്നത്, പാച്ചുവിൻ്റെ ഫേവറേറ്റാണ് പാച്ചു പുളിശ്ശേരി, പാച്ചു ചമ്മന്തി. അപ്പോൾ പാച്ചു ചമ്മന്തിയും കൂടെയാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നത്തെയും പോലെ ഞാൻ കോഫി എടുത്തിട്ടുണ്ട്. കോഫി എടുത്ത് ഒന്ന് ഫോണൊക്കെ നോക്കി റെസ്റ്റ് എടുത്തിട്ട് അപ്പോൾ നാളെ കാണാം. ബൈ.